അങ്ങനെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടു. സോ ഈ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസ് ഒരു അടിപൊളി ഫ്രാഞ്ചൈസ് തന്നെയാണ്. എൻ്റെ ചൈൽഡ്ഹുഡിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഫ്രാഞ്ചൈസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലാണ് ഈ സിനിമ കാണാനിരുന്നത്. സോ എനിക്ക് ഓൾറെഡി അറിയാം ഈ ഫ്രാഞ്ചൈസിൽ ടോട്ടൽ 10 സിനിമകളായിട്ടുണ്ട്. ബട്ട് ഈ ടോട്ടൽ 10 സിനിമകൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും ഈ റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, പിന്നെ ഈ ഡോൺ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, പിന്നെ വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, ഈ 3 സിനിമ അതായത് ഒരു ട്രയോളജിയാണ്. സോ ഈ ട്രയോളജിക്ക് ശേഷം അടുത്തൊരു ട്രയോളജി ആയിട്ടാണ് ഈ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് വരുന്നത്. നല്ലൊരു അടിപൊളി പടമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു തുടക്കമാണ്. അതായത് ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു അടുത്ത ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു തുടക്കമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇനി 2 സിനിമകളാണ് ഈ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് പിന്നെ അടുത്തത് വരാനുള്ളത്. സോ ആ സീസൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സിനിമയിലെ ബെസ്റ്റ് പ്രോട്ടഗണിസ്റ്റ് ക്യാരക്ടറാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഈ സിനിമ കാണുമ്പോൾ തന്നെ ആ ക്യാരക്ടർ ഒരിക്കലും മറന്നിട്ടില്ല. ആ ഒരു ക്യാരക്ടർ ആരും മറക്കാൻ സാധിക്കില്ല. അമ്മാരി പ്രോട്ടഗണിസ്റ്റ് ക്യാരക്ടറാണ്. അമ്മാരി നല്ല കിടിലൻ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആയിരുന്നു. സോ അതേപോലെ തന്നെ നല്ലൊരു ഡെവലപ്മെന്റുള്ള ക്യാരക്ടറിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി എയ്പ്സ് അതിൻ്റെ അകത്ത് മൊത്തമായിട്ടുള്ളത്. ഈ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു എയ്പ്സിൻ്റെ കിങ്ഡം തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് 3 പ്ലാനറ്റ് ഓഫ് ദി സിനിമകളെ തൊട്ട് സീക്വലായിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. സോ അതിന് മേ ബി തൊട്ട് കണ്ടിന്യൂഷൻ രീതിയിലേക്ക് അതിൻ്റെ കാണിച്ചുള്ളത്. എസ്പെഷ്യലി ലാസ്റ്റ് സിനിമയായ വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൻ്റെ ഒരു തൊട്ട് കണ്ടിന്യൂഷൻ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ സിനിമേൻ്റെ തുടക്കം അത് കാണിക്കുന്നുണ്ട്. ബട്ട് ഇത് കുറേ ജനറേഷൻസ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് ഒരു പോസ്റ്റ് അപ്പോക്കാലിറ്റിക് വേൾഡിലാണ് ഇത് കാണിക്കുന്നത്. അതായത് ഹ്യൂമൻസ് കൂടുതൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ഹ്യൂമൻസിലെ റയർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഏപ്സൊക്കെ കൂടുതൽ ഈ ഒരു വേൾഡിനെ കോൺക്വർ ചെയ്യുന്ന സമയത്താണ് ഈ സിനിമ നടക്കുന്നത്. സോ ആ ഒരു സമയത്ത് തന്നെ ഈ സീസണിൻ്റെ അപ്പുറം ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്ന ഏപ്സും ഈ സീസണിൻ്റെ ക്യാരക്ടറിനെ അറിയാത്ത കുറേ ഏപ്സ് ഉണ്ടല്ലോ. സോ അവർ തമ്മിലൊരു കുറേ കാര്യങ്ങൾ, പിന്നെ ഈ ഒരു വേൾഡിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നത്, പിന്നെ ഇതിനകത്തുള്ള ഹ്യൂമൻസ്, ഈ റയറായിട്ടുള്ള ഹ്യൂമൻസ് വന്നാൽ അവരുടെ സ്വഭാവം കാര്യങ്ങളെല്ലാം കാണിക്കുന്ന സിനിമയാണ്. സോ നല്ല ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറിൻ്റെയും ഒരു ഇമോഷൻസ് ഒക്കെ നല്ല ഇങ്ങനെ കണക്ട് ആകുന്നുണ്ട്. എസ്പെഷ്യലി മുന്നത്തെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിലെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ നല്ല ഇങ്ങനെ കണക്റ്റായി നിൽക്കുന്നുണ്ട് ഇവർ ഇമോഷൻസും കാര്യങ്ങളെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു തുടക്കമായിട്ടൊന്ന് ഫീൽ ചെയ്തു. നോട്ട് ദ ബെസ്റ്റ് എന്ന് പറയാം, അധികം മോശമില്ല, ഭയങ്കര കിടില അങ്ങനെയൊന്നും പറഞ്ഞില്ല. ബട്ട് ഒരു അടിപൊളി പടമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നൽകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓരോ തുടക്കം തൊട്ട് തന്നെ നമുക്ക് എന്താ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ അകത്ത് ഫുൾ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമകളെ കഴിഞ്ഞിട്ട് കുറേ ജനറേഷൻസ് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പുതിയ എലമെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് ഈ ഒരു ഏപ്സ് ഒരു ഈഗിളിനൊക്കെ ടൈം ചെയ്യുന്ന സീൻസൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് സീസൺ നമുക്ക് തോന്നിക്കും. സോ ഈ സിനിമ കാണുമെങ്കിൽ നിങ്ങൾ മുമ്പത്തെ 3 സിനിമകൾ കാണുന്ന നിർബന്ധമില്ല. കാരണം ഇവരിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ഇവരുടെ അകത്ത് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് നല്ല ഇങ്ങനെ മനസ്സിലാവും. സോ അങ്ങനെയാണ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ 3 സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അവർക്ക് കുറച്ചും കൂടി ഒരു കണക്ഷൻ കിട്ടും. ആ ഒരു ക്യാരക്ടർ എന്താണ്, ആ സീസണിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ള ആ ഒരു ലെഗസി, ആ ഒരു ക്യാരക്ടറിൻ്റെ ലെഗസിയും കാര്യങ്ങളെല്ലാം. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ കിടിലൻ ക്യാരക്ടറായിരുന്നു. സോ അതേപോലെ തന്നെ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇതിനകത്തുള്ള ഒരു നോവ എന്നൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു ഏപ്പാണ്. സോ ആ ഒരു ക്യാരക്ടറിന് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. മേ ബി ഈ സീസണിന് ശേഷം നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റുള്ള ക്യാരക്ടറാകാൻ മാറാനും ചാൻസ് ഉണ്ട്. പിന്നെ സോ അതേപോലെ തന്നെ നല്ലൊരു ആൻറ്റഗോണിസ്റ്റും ഇതിനെ നല്ല രീതിക്ക് ഇൻട്രൊഡ്യൂസ് ആയിരുന്നു. പ്രോക്സിമസ് എന്നാണ് ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഇപ്പോൾ കിടലൻ വില്ലൻ അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. ബട്ട് ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് തീർത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് പോയി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായ ക്യാരക്ടറിനെ നല്ല ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. ബട്ട് അവർ പെട്ടെന്ന് തന്നെ ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്തു, അതെനിക്കൊരു നല്ല ചെറിയ നെഗറ്റീവായിട്ട് തന്നെ ഈ സിനിമയെ പറ്റി തോന്നി. വേറെ ക്യാരക്ടറൊന്നും നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. വിഷ്വൽസ് ആകട്ടെ, VFX, CG ഒക്കെ ഗംഭീരമാണ്. എസ്പെഷ്യലി ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റാണ് ഈ സിനിമ. ഈ തിയേറ്ററിലെല്ലാം കാണാൻ പറ്റിയ കിടിലൻ പടമായിരുന്നു. ബട്ട് തിയേറ്ററിന് ഞാൻ മിസ്സാക്കി. സോ IMAX എല്ലാം കാണാൻ ഗംഭീരമായിരുന്നു. സോ ഒരെണ്ണം തിയേറ്റർ കണ്ടവർക്കെല്ലാം മനസ്സിലാവും, നല്ല എക്സ്പീരിയൻസ് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് റീസെൻ്റ്ലി കണ്ടത്. മുമ്പത്തെ തന്നെ ഡിജിറ്റൽ അവൈലബിൾ ആയെന്ന് തോന്നുന്നു. സോ എനിക്ക് കണ്ടപ്പോൾ മുന്നത്തെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എല്ലാം ഓർമ്മ വന്നു. സത്യം പറഞ്ഞാൽ സീസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ശരിക്കും നമ്മൾ മിസ് ചെയ്യും ഈ സിനിമ കാണുമ്പോൾ. ബട്ട് ഇതിനകത്ത് നോവ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മേ ബി ഈ അടുത്തൊരു സിനിമയിലായിരിക്കും ആ ക്യാരക്ടറിൻ്റെ കുറച്ചും കൂടി ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളും കാണിക്കും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ടില്ലോ, ആ ക്യാരക്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യലോ കാര്യങ്ങളൊന്നുമില്ല. ആ ക്യാരക്ടർ ഒരു വേൾഡിനെ പറ്റി പഠിച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം വരുന്നത്. സോ ഈ സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ബട്ട് ഒരു ഫ്രഷ്നെസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ സിനിമ നല്ല ഈക്കൻ എൻഗേജിങ് തന്നെയായിരുന്നു. തുടക്കമായിട്ട് അവസാനം വരെ ഞാൻ നല്ല ഈക്കൻ എൻഗേജ് ചെയ്യുന്നു. ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്, അടുത്ത് എന്ത് നടക്കും, അടുത്ത് എന്ത് നടക്കും എന്നുള്ളൊരു ഇത്. സോ ഇതിൽ സ്ക്രീൻ പ്ലേനെ പറ്റി എനിക്ക് പറയാനുണ്ട്. നല്ല കിട്ടുന്ന സ്ക്രീൻ പ്ലേ ആണ്. അതായത് നമുക്ക് കാണേണ്ട സാധനങ്ങൾ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അതായത് വേറെ അത്യാവശ്യം സൈഡ് പ്ലോട്ടോ കാര്യങ്ങൾ അങ്ങനെയൊന്നും പോകുന്നില്ല. സോ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ, അതായത് എൻഡിങ്ങും നല്ലൊരു എൻഡിങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. അതായത് അടുത്തൊരു പോർഷനിലേക്ക് വരാൻ പോകുന്ന സംഭവങ്ങൾ എന്താണ് ഒരു കാട്ടിയത് എൻഡിങ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എൻഡിങ് നല്ല ഫീൽ ചെയ്യുന്നു. സോ തുടക്കം തൊട്ട് അവസാനം വരെ അടിപൊളി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള വിഷ്വൽസ് തന്നെയാണ്, ഭയങ്കര അടിപൊളി വിഷ്വൽസ് തന്നെയായിരുന്നു. അതിൻ്റെ കാരണം VFX CG തന്നെയാണ്. ടെക്നിക്കലി നല്ല ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. മുമ്പത്തെ റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സോ എല്ലാ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമകളാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. അത്രയ്ക്ക് നല്ല ഈക്കനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ നല്ല ഈക്കനെ ഇഷ്ടപ്പെട്ടു. സോ നല്ലൊരു തുടക്കമായിട്ട് തന്നെ ഫീൽ ചെയ്തു ഒരു പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിൽ തന്നെ പുതിയൊരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. സോ കണ്ടിട്ട് അത് എന്തായാലും കണ്ടോക്കാൻ എനിക്ക് പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.